ആരാ നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിന്? ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യൂ. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Prayer ആരാണ്? Prayer ആരാണെന്ന്? ഞാനാണ് മാം. പറഞ്ഞോടാ. സരിത. ചൊല്ലട്ടെ? സ്റ്റാർട്ട് ചെയ്തോടാ. ജഗത്തിൽ സമസ്തം നയിക്കുന്ന നാഥ, നമിക്കുന്നു നിന്നെ കരം കോപ്പി ഞങ്ങൾ. തപിക്കും മനസ്സിനൊരാശ്വാസമേകാൻ പതിക്കേണമേ നിൻ കൃപാരശ്മിയെങ്ങും. ജ്വലിക്കേണമേ കർമ്മ പന്ഥാവിൽ സത്യം പ്രകാശം പരത്തും വിളക്കായി നിത്യം. മനസ്സിന്നു ശുദ്ധി വപസ്സിന്നു ശക്തി, അകക്കാമ്പിൽ ഭക്തി വരം നൽകിയാലും. ജഗത്തിൽ സമസ്തം നയിക്കുന്ന നാഥ, നമിക്കുന്നു നിന്നെ കരം കോപ്പി ഞങ്ങൾ. താങ്ക് യു. നന്നായിക്കോട്ടെ കേട്ടോ. താങ്ക് യു മാം. Signing and thought of the day. മാം സൈനിങ് ഞാനാണ്, ബിസ്മി. ഞാനൊരു കവിതയാണ് ചൊല്ലുന്നത്. മാമ്പഴം എന്നൊരു കവിതയാണ്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി, ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലമലർ ചെണ്ടൊന്നൊടി ചാഹ്ലാദിച്ചടുത്തെത്തി. ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. നമ്മളൊക്കെ ഒരുപാട് കരയിപ്പിച്ച ഒരു കവിതയല്ലേ അത്? മനോഹരമായിട്ട്. സൈലന്റ് തോട്ട് ഓഫ് ദ ഡേ ആരാണ്? ഞാനാണ്, ഫാത്തിമ. ഫാത്തിമ പറഞ്ഞോടാ. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you. നമ്മള് ഏത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? അതെ മാം. അല്ലെ, ഏത് ഡിസീസ് ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? പോളിയോ. കഴിഞ്ഞായിരുന്നു. ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസ് ഡിസെൻട്രി ആണ്. ഏതാണ്? ഡിസെൻട്രി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ലൂസ് മോഷനെയാണ് ഈ ഒരു പേരിൽ പറയുന്നത്, ലൂസ് മോഷൻ. പക്ഷെ സാധാരണ ലൂസ് മോഷൻ ഒന്നും ഒരു അപ്പർ ആയിട്ടുള്ള ഒരു കേസ്, നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഭയങ്കരമായിട്ട് മോഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിസെൻട്രി എന്ന് പറയും. ഇനി ഡിസെൻട്രി സംഭവിക്കുമ്പോൾ
പെട്ടെന്ന് ആള് വീക്കായി പോകും. നമ്മള് പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്നായിരിക്കും ആളുണ്ടാവുന്നത് വീക്ക് ആവുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് പോകും, വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിസെൻട്രി സംഭവിക്കുമ്പോൾ നമുക്ക് ലൂസ് മോഷൻ മാത്രമല്ല വരുന്നത്, നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബാലൻസ് നമുക്ക് കിട്ടില്ല. സോ പെട്ടെന്ന് നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആവും. അപ്പൊ മുതിർന്നവരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുഞ്ഞു കുട്ടികള് അത്രയും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത, അത്ര ആരോഗ്യമില്ലാത്ത ചെറിയ മക്കളിലാണ് ഈ അസുഖം വരുന്നതെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. അപ്പം നമ്മുടെ ഡിസെൻട്രി ആണെങ്കിൽ, ലൂസ് മോഷൻ ആണെങ്കിൽ, ഇപ്പൊ സാധാരണ പനിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും പാരസിറ്റമോൾ കൊടുക്കാം, കുറച്ചു നേരം കൂടി നോക്കാം, എന്നിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം കാണിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ലൂസ് മോഷൻ ആണെങ്കിൽ കുട്ടികൾ അങ്ങനെ ലേറ്റ് ആക്കരുത്, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകാം എന്ന് മാറ്റി വെക്കരുത്. കാരണം എന്റെ അനുഭവമാണ്, എന്റെ സ്വന്തം അനുഭവമാണ്. എന്റെ മോള് 1.5 വയസ്സായിരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ലൂസ് മോഷൻ ആയിരുന്നു. കുറച്ച് മോഷൻ രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വിളിച്ചു നോർമൽ ആണ്, ആൾക്ക് വേറെ കുഴപ്പമോ വീക്കൊന്നും അല്ല. ഞാൻ വിളിച്ചു 1.5 വയസ്സല്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തി. അപ്പൊ ഹസ്ബൻഡ് ജോലിക്കും പോയി. പക്ഷെ ആളൊരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴേക്കും പെട്ടെന്ന് ആള് വീക്ക് ആവാൻ തുടങ്ങി. പെട്ടെന്ന് വെച്ചാൽ കൺട്രോൾ ഇല്ലാണ്ട് ലൂസ് മോഷൻ പോകുന്നുണ്ട് ആള്. അതിന്റെ ഒപ്പം തന്നെ തളർന്നു പോയി, ഭയങ്കരമായിട്ട് വീക്കായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അച്ഛൻ മാത്രമേ വീട്ടുള്ളൂ. അച്ഛൻ ഞാനും ഉണ്ട്. എന്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പൊ വേഗം ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് ഒട്ടും വൈകിക്കാതെ കൊണ്ടുപോകുന്നത് നന്നായി എന്നാ പറഞ്ഞത്. കാരണം ആള് ശരിക്കും വീക്കാവായിരുന്നു. വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് അതേപോലെ ഞാൻ അവളെ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ അത്രയും വീക്കായി ഭയങ്കര കൈയൊക്കെ തളർന്നു, ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ, ഒട്ടും ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ടു, പിന്നെ മരുന്നും ഇഞ്ചക്ഷനും എടുത്തു. അത് കഴിഞ്ഞ് ട്രിപ്പ് ഇട്ടതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആള് നോർമലായി. വൈകുന്നേരം കഴിയുമ്പോഴേക്കും ആള് നോർമലായി. എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോയതാ, ഡീഹൈഡ്രേഷൻ സംഭവിച്ചതാണ്. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള അസുഖങ്ങൾ, പോളിയോ അതേപോലെ ടെറ്റനസ്, ഡിസ്തീരിയ പോലെ റിസ്ക് ഉള്ള അസുഖമല്ല. പക്ഷെ ഇത് റിസ്ക് എപ്പോഴാവണത്, നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തുവരും, സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഡിസെൻട്രി സംഭവിച്ചത് നമുക്ക് പ്രിക്കോഷൻ, ചെറിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടാണ് പോണെങ്കിൽ നമ്മൾ ORS വെള്ളം വീട്ടിൽ തന്നെ കുടിച്ചാൽ മതി. ORS അതേപോലെ റൈസ് വാട്ടർ, അതുപോലെ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. കരിക്കും വെള്ളം കുടിക്കണൊക്കെ നല്ലതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡിസെൻട്രി ലൂസ് മോഷന്റെ ഒപ്പം തന്നെ നമുക്ക് ഫീവർ ഉണ്ട്, 103ക്ക് എബോവ് ഫീവർ ഉണ്ട്. അതേപോലെ നമ്മള് മോഷൻ പോകുന്ന സമയത്ത് നമ്മുടെ എക്സ്ക്രീറ്റിയിൽ ബ്ലഡ് ഉണ്ട്, ബ്ലഡ് കാണുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂറിൻ ഇല്ലാത്തൊരവസ്ഥ. നമ്മള് യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് യൂറിൻ പോകണമെന്ന് തോന്നും, പക്ഷെ പോകുമ്പോ ആ യൂറിൻ പോകുന്നില്ല, യൂറിൻ ഒട്ടും പോകുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഡീഹൈഡ്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലാതെ മറ്റേത് മാർഗത്തിലൂടെയോ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ വെള്ളം നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അപ്പൊ യൂറിൻ പോകുന്നില്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ ആണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ, മെഡിക്കേഷൻ എടുക്കുകയും വേണം. അതേപോലെ നമ്മുടെ റെസ്പിറേഷന്റെ സ്പീഡ് കൂടും, നമ്മൾ ശ്വസിക്കുന്നതിന്റെ സ്പീഡ് ഉണ്ടാവും. പിന്നെ ഭയങ്കര സ്റ്റൊമക്കേക്ക്, വയറുവേദന ഉണ്ടാകും. അപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലും, മെഡിക്കൽ എയ്ഡ് എടുക്കുകയുമാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്ന് കുട്ടി അൺകോൺഷ്യസ് ഒക്കെ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മുടെ വീട്ടില് നമ്മൾ കൊടുക്കൈ അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമല്ലോ, ലൂസ് മോഷൻ അല്ലേ ഈ വീട്ടില് ഇപ്പൊ സാധാരണ രീതിയിൽ എന്താ ചെയ്യാം, ചെറിയ ചെറിയ പൊടിക്കൈയിലൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ഇരിക്കരുത്, കുട്ടികളാണ്. ഡിസെൻട്രി അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസും മോഷൻ എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് സീരിയസ് ആവുന്ന എപ്പോഴാണ്, ഡീഹൈഡ്രേഷൻ, നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് ഡിസെൻട്രി കുറച്ചും കൂടി സീരിയസ് ആവുന്നത്. നമ്മളത് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റിലേക്ക് വരാം. ദിസ് ഇസ് ദ ഡിസീസ് in which loose and abnormal motion are passed. ലൂസ് ആയിട്ടും അബ്നോർമൽ ആയിട്ടും മോഷൻസ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസെൻട്രി എന്ന് പറയുന്നത്.
പെയിൻ ഇൻ ദ സ്റ്റൊമക് ഈസ് യൂഷ്വലി അറ്റൻഡ് ബൈ ലൂസ് മോഷൻ. നമുക്ക് ലൂസ് മോഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് വയറുവേദന വരാറുണ്ട്. ദ മോഷൻ കണ്ടെയ്ൻസ് പൾസ് ആൻഡ് ബ്ലഡ്. നമ്മളുടെ മോഷനിൽ പൾസും എന്തുണ്ടാവും, ബ്ലഡും ഉണ്ടാവും. പൾസും അതേപോലെ തന്നെ ബ്ലഡും ഒരു മിക്സ്ഡ് ആയിട്ടായിരിക്കും അത് പോകുന്നത്. The patient become very weak due to the loss of water from the body. പെട്ടെന്നായിരിക്കും ആ പേഷ്യന്റ് വീക്ക് ആവുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് വീക്ക് ആവുന്നത്. ഈ ലോസ് ഓഫ് വാട്ടർ ഫ്രം ബോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ. എന്താണ് പറയുന്നത്? ഡീഹൈഡ്രേഷൻ. എഴുതി വെക്കാത്ത ഡീഹൈഡ്രേഷൻ എന്താണ്? ദ പേഷ്യന്റ് ഷുഡ് ഗെറ്റ് പ്രൊമിറ്റ് മെഡിക്കൽ എയ്ഡ്. അപ്പൊ നമ്മളിങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ എയ്ഡ് എടുക്കുകയാണ് വേണ്ടത്. മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം. ലൂസ് മോഷൻ ആണ്, സാരക്കാരനല്ല. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും അയ്യോ ലൂസ് മോഷൻ അല്ലേ, കുഴപ്പമില്ല, കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിയാവേയിരിക്കും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. മുതിർന്നവരുടെ കാര്യത്തിൽ കുഴപ്പമില്ല, കാരണം കുറച്ചും കൂടെ അവർക്ക് ഇമ്മ്യൂണിറ്റി, കുറച്ചും കൂടെ ആരോഗ്യമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം നമ്മൾ അവർക്ക് മാക്സിമം വെള്ളമാണ് കൊടുക്കേണ്ടത്. കാരണം ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ ORS, മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ORS കലക്കി കൊടുക്കാം. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പാക്കറ്റ് 200 ml കലക്കി കുട്ടികൾക്ക് കൊണ്ട് ഇങ്ങനെ മാക്സിമം കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ കഞ്ഞിവെള്ളം, പിന്നെ റൈസ് വാട്ടർ പറഞ്ഞു, കരിക്കും വെള്ളം, അതേപോലത്തെ വെള്ളം കുട്ടികളെ മാക്സിമം കുടിപ്പിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി വരുന്നത് ജോണ്ടിസ് ആണ്. എന്താ ജോണ്ടിസ്? മഞ്ഞപ്പിത്തം. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ മഞ്ഞപ്പിത്തം? ഇല്ല. വന്നിട്ടില്ല. ചെറുപ്പത്തിലാ വന്നത്? ചെറുപ്പത്തിലല്ല, ഇത് +2 കഴിഞ്ഞതിന് ശേഷമാണ്. +2 കഴിഞ്ഞ ആ വെക്കേഷൻ ടൈമിലാണ്. ഓക്കെ, വേറെ ആർക്കാ വന്നത്? എനിക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് 3 months ആയപ്പോഴത്തേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. ഹസ്ബൻഡിനുണ്ടായിരുന്ന എനിക്ക് പകർന്നതാണ്. ഓക്കെ, സ്പ്രെഡ് ആയതാണ്. ഏതായിരുന്നു ഹെപ്പറ്റൈറ്റിസ്? എന്താ കേട്ടില്ല? ഏത് ഹെപ്പറ്റൈറ്റിസ് ആയിരുന്നടാ? ബി ആയിരുന്നോ? ബി ആയിരുന്നോ? അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടോ ഹെപ്പറ്റൈറ്റിസ് ബി? മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ല. ഇനി പനി എങ്ങാനൊക്കെ വരുമ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഹെപ്പറ്റൈറ്റിസിന്റെ. അതിനുശേഷം 2-3 തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. വലിയൊന്നുമല്ല, കുഴപ്പമില്ല. ഓക്കേടാ, നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഹെപ്പറ്റൈറ്റിസ് ആണോ. ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയാണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് മാറും പറയാൻ പറ്റില്ല. 1 minute. ഓക്കെ. എല്ലാവരുടെയും പോയോ? കാണുന്നുണ്ടോ മിസ്സിനെ? ഇല്ല. പറയണേ. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ മാം.
ഇപ്പോഴോ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, നമ്മൾ ജോണ്ടിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ജോണ്ടിസ് ABCDE ഉണ്ട്. അതില് ബിയും സിയും ഈ ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഇപ്പോ നമ്മള് എന്താ പറയാ, നമ്മുടെ എക്സ്ക്രീറ്റ, അതേപോലെ തന്നെ ഒരാൾ തന്നെ യൂസ് ചെയ്ത പ്ലേറ്റും അതേപോലെ ഗ്ലാസ് ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തി യൂസ് ചെയ്ത ടോയ്ലറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം ഏത് ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ, കാരണം ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇനി ജോണ്ടിസ് സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ചെറിയ ഇത്രയും മഞ്ഞ കളർ ഒന്നല്ല, ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും നമ്മുടെ കണ്ണിലൊക്കെ. ഒരു ചെറിയ മഞ്ഞരാശി, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, യെല്ലോ കളർ ഉണ്ടാവും. പിന്നെ നമ്മള് അത്യാവശ്യം ഫീവർ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഈസി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഞാൻ പറയണത്. എക്സ്ക്രീറ്റ അതേപോലെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ വഴി ഹെപ്പറ്റൈറ്റിസ് സ്പ്രെഡ് ചെയ്യും. ഇനി ഈ ഹെപ്പറ്റൈറ്റിസ് എപ്പോഴാണ് നമുക്ക് നമ്മുടെ ബോഡി, ഏത് ബോഡി ഓർഗനെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ജെയിംസ് അല്ലെങ്കിൽ ജോണ്ടിസിന്റെ ജെയിംസ് ലിവറിനെ അഫക്ട് ചെയ്യുന്നത്. ഈ ലിവറിനെ അഫക്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താക്കി മാറ്റുന്നത്, എനർജി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഡൈജസ്റ്റിക് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ലിവറാണ്. ഈ ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ജോണ്ടിസ് ഒക്കെ ഉള്ള ആൾക്കാര് ലിവറിന് ഒരുപാട് വർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ നമ്മൾ സാധാരണ പൊടിയരിക്കഞ്ഞി അങ്ങനെ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇന്ന് ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഏത് ടൈമിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? പെൻഡാവാലന്റിന്റെ കൂടെ ഹെപ്പറ്റൈറ്റിസിന്റെ കൊടുക്കുന്നില്ലേ? 6 വീക്കിലല്ലേ, 1.5 monthsലല്ലേ കൊടുക്കുന്നത്? അത് മറന്നുപോയി മാം, ഏത് മന്തിലാ കൊടുത്തേന്ന്. ഓക്കെ, നമ്മൾ 1.5 monthsലാണ് കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി 6 months കൊടുക്കും. ഇത് നമുക്ക് എന്താ പറയാ, ഒരു ജോണ്ടിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ യെല്ലോ കളർ, ഇപ്പം ആ ഒരു ഇമേജിൽ കാണിച്ച പോലെ കണ്ണില് യെല്ലോ കളർ ഉണ്ടാവും, ഒരു യെല്ലോ രാശി ഉണ്ടാവും. അതേപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണത് നല്ലതാണ്. അപ്പൊ അതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നു പോവുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യും. അത് കൂടാണ്ട് നമുക്ക് ഇപ്പോ മലിനമായ ജലം കുടിക്കുന്നത് മൂലമൊക്കെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ജോണ്ടിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മലിനമായ ജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കുന്ന മൂലം. മാക്സിമം നമ്മൾ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഇന്ന് ഒരുപാട് അസുഖങ്ങൾ ഈ വെള്ളത്തിലൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഡൈസെൻട്രി ഒക്കെ തിളപ്പിച്ചാറ്റാത്ത വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഒരു ഫ്ലാറ്റില് സംഭവിച്ചൊരു കാര്യമാണ്, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്ലാറ്റില് ഒത്തിരി പേര്, ഒരു 500 something ആൾക്കാര് ലൂസ് മോഷനും അതേപോലെ തന്നെ ഛർദിയായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് പോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർമാർക്ക് സംശയം തോന്നി, ഇവരെല്ലാവരും വരുന്നത് ഒരു ഫ്ലാറ്റിൽ നിന്നാണ്. അപ്പൊ ചോദിച്ചപ്പോ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ വാട്ടർ ടാങ്ക് ക്ലീൻ അല്ലായിരുന്നു. ഈ വെള്ളം വന്നടിക്കുന്ന ഒരു കുടിവെള്ളം എടുക്കുന്ന വാട്ടർ ടാങ്ക് കോമൺ ആണല്ലോ. അപ്പൊ അതിൽ നിന്നാണ് അവർക്ക് ഈ പറഞ്ഞ റിസൾട്ട് വരാനുണ്ടായ കാരണം. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക. എങ്ങാനും ഇതേപോലെ അവർക്ക് പനിയും അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെയിനൊക്കെ ഇട്ട് പറഞ്ഞാൽ നമ്മള് നിസ്സാരം എന്ന് വിചാരിച്ച് വിടരുത്, കുറച്ച് ശ്രദ്ധയോടെ നോക്കാം. പനി വിട്ട് മാറാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്താണ് അസുഖം എന്ന് നോക്കിയിട്ട് അവർ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തോളും. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ വേരിയസ് ജേംസ് ഇൻ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് പേഷ്യന്റ്.
നമ്മള് പേഷ്യന്റ് എക്സ്ക്രീറ്റ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ദ ജേം അഫക്ട് ദ ലിവർ. ജോണ്ടിസ് എന്ന് പറയുന്നത് ജോണ്ടിസിന്റെ ജേംസ് ഹെപ്പറ്റൈറ്റിസ് അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലിവറിനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇഫ് മെഡിക്കൽ എയ്ഡ് ഇസ് പ്രോപ്പർലി ഗിവൺ, നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് നമുക്ക് അസുഖം തുടങ്ങുമ്പോൾ തന്നെ മെഡിക്കൽ എയ്ഡ് കൊടുക്കില്ലാത്ത പക്ഷം ദ ഐസ് ബിക്കം യെല്ലോ ഇൻ കളർ, നമ്മുടെ കണ്ണിൽ മഞ്ഞ രാശി വരും. At this stage, the activities of internal organ, especially the liver, become malfunctioning, and finally the patient may even die. അപ്പോ നമ്മുടെ ലിവർ ഫസ്റ്റ് ഇന്റേണൽ ഓർഗൻസ് ഫസ്റ്റ് ലിവറിനെ അത് അഫക്ട് ചെയ്യും. ദെൻ ബാക്കിയുള്ള നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഓരോന്നായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കും. ഫൈനലി ഇത് മഞ്ഞപ്പിത്തം കൂടിക്കഴിഞ്ഞാൽ എന്ത് അസുഖമായിട്ട് മാറാം അറിയോ? ന്യൂമോണിയ ആയിട്ട് തിരിയും. ന്യൂമോണിയ ആയിട്ട് മാറിയിട്ട് അത് നമ്മുടെ ബ്രെയിനെയും അതേപോലെ ലെങ്സിനെ ബാധിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ബ്രെയിനെ ബാധിക്കുകയാണെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. നമുക്ക് തുടക്ക സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നപ്പോ എന്റെ ഫ്രണ്ട് അവൾ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. പോണ് വരുന്നതൊക്കെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ആളുടെ വീട്. ഒരുമിച്ചാ പോയി വരുന്നത്. 2-3 ദിവസം ആളെ കാണുന്നില്ല. അപ്പോൾ അവള് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പനിയാണെന്നാണ്. അപ്പൊ സാധാരണ പനി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴേക്കും പനി മാറി പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വീണ്ടും ചോദിച്ചിരുന്നതാണ്. അപ്പൊ 1-2 ആഴ്ച പനിയാന്ന് പറഞ്ഞു പനിക്ക് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടേയിരുന്നു. പനിയുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടേയിരുന്നു. പാരസ്റ്റമോൾ ആയിരിക്കും, അത് കഴിച്ചുകൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ അവര് പനി മാറാത്തതുകൊണ്ട് അവര് ചാലാക്ക ഹോസ്പിറ്റലിലേക്ക് മാറ്റി കുട്ടിനെ. അവളെ മാറ്റി. പിന്നെയാണ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത് അവർക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു. ഓക്കെ, മഞ്ഞപ്പിത്തം അല്ലേ, മഞ്ഞപ്പിത്തം മാറും എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷെ മഞ്ഞപ്പിത്തമാണ് എന്നറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ന്യൂമോണിയ എന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം കൂടി ന്യൂമോണിയ ആയി മാറിയെന്ന് പറഞ്ഞു. അപ്പോഴും അതിന് ട്രീറ്റ്മെന്റ് ഭയങ്കര കോസ്റ്റ് ആണ്. ആള് ഫിനാൻഷ്യലി കുറച്ച് വീക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പറഞ്ഞു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് ഫണ്ടൊക്കെ ഒന്ന് അറേഞ്ച് ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങള് എന്താ പറയാ ഈ ഫണ്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്ത് കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞ് അത് അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരു കോള് വന്നു. ആള് പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നിസ്സാരം അല്ലെങ്കിൽ ആണെന്ന് വിചാരിച്ചു. സാധാരണ പനിയാണെന്ന് പറഞ്ഞ് കുറെ നാള് ഇങ്ങനെ പനിയുടെ മെഡിസിൻ മാത്രം അടുത്തടുത്തുള്ള ക്ലിനിക്കിലൊക്കെ പോയി മെഡിസിൻസ് ഡോക്ടർമാരെ മാത്രമാണ് അവർ ചെയ്തത്. അല്ലാതെ പ്രോപ്പർ ആയിട്ട് ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് മഞ്ഞപ്പിത്തമാണെന്ന് നേരത്തെ ഐഡന്റിഫൈ ചെയ്യും. അതിന് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒപ്പം ഉണ്ടായേനെ. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക. ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം നിസ്സാരമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തുടക്ക സമയത്ത് തന്നെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തം വന്ന് ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞു. അത് ബ്രെയിനെയാണ് അഫക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആൾ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും, ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും കാണുമ്പോഴും അവളെ അങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ആള് ഭയങ്കരമായിട്ട് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്, ഒത്തിരി ക്ഷീണിച്ച് ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെയായിരുന്നു ലാസ്റ്റ് ആളെ കണ്ടപ്പോ, ജീവനോടുള്ളപ്പോ കണ്ടപ്പോ മനസ്സിലായിരുന്നു. ഇനി ജോണ്ടിസ് അങ്ങനെ ഒരു അസുഖമാണ്, ലിവറിനെ അഫക്ട് ചെയ്യും. നമ്മളെ കണ്ണില് മഞ്ഞരാശി ഉണ്ടാവും. പിന്നെ പേഷ്യന്റ് എക്സ്ക്രീറ്റ വഴി സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ ഇപ്പൊ ബി ആണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ പനിയൊക്കെ വരുമല്ലോ. ഇപ്പൊ ഒരു കുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് ചോദിച്ചില്ലേ. അപ്പൊ അങ്ങനെ ഇനി പനിയൊക്കെ വരുമ്പോ ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ജേംസ് നമ്മുടെ ബ്ലഡിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും തിരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയണ സമയം നോക്കിയിരിക്കുകയാണ് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഫീവർ ഒക്കെ വരുമ്പോ ഇടയ്ക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കൗണ്ട് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അപ്പൊ ഈ പനിയൊക്കെ വന്നിട്ട് വിട്ടുമാറാതെ വരുമ്പോ അത് ടെസ്റ്റ് ചെയ്യണം. വന്നിട്ടുള്ള ആൾക്കാർക്ക്. വരാത്ത ആൾക്കാരാണെങ്കിൽ അത് യൂറിനോ ബ്ലഡോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്നും ദെൻ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബയോട്ടിക് എടുക്കാവുന്നതാണ്. ഇനി മലേറിയ എന്ന് പറയുന്നത് മൊസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. എന്ത് മലേറിയ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ടൈപ്പ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്? ക്യൂലെക്സ് ആണോ? ക്യൂലെക്സ് ഈജിപ്തിയ
അപ്പൊ മറന്നു. അല്ല, അനോഫിലിസ് അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ്. അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഏത് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഈഡിസ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ്? ഡെങ്കി, ഡെങ്കി പിന്നെ ചിക്കൻഗുനിയ. ഓക്കെ, 2 അസുഖങ്ങൾ. അപ്പോ അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഏത് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്? മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. എഴുതി വെക്കണം അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് എന്ന്. ഓക്കെ, അപ്പോ രാത്രി കാലങ്ങളിലാണ് ഈ അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ അത് നമുക്ക് സാധാരണ കൊതു കടിക്കുന്നതിലും കുറച്ചും കൂടി വലിപ്പം കൂടുതലായിരിക്കും ഇങ്ങനത്തെ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് ബീറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, രാത്രി കാലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കൊതുകൾ കടിക്കുന്നത്. ഇപ്പൊ നമുക്ക് നല്ല ചൂടല്ലേ, ഭയങ്കരമായിട്ട് എന്താ പറയാ, ടെമ്പറേച്ചർ കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യും? ജനലൊക്കെ തുറന്നിട്ടായിരിക്കും മിക്കവരും കിടക്കുന്നത്. എ സി ഉള്ളവരല്ല, അല്ലാതെ സാധാരണ അല്ലാത്തവരെങ്ങനെയായിരിക്കും? ജനലൊക്കെ തുറന്നിട്ടിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിടക്കുമ്പോ ഈ കൊതുകുകൾ നമ്മളെ വന്ന് കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കുട്ടികൾ മാക്സിമം നമ്മൾ എന്താ ചെയ്യാ? കൊതുകുകളിൽ നിന്ന് കടി അല്ലെങ്കിൽ കൊതുകുകൾ ബീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സ്റ്റെപ്സ് എടുക്കാം. മാക്സിമം ഒന്നില്ലെങ്കിൽ മൊസ്കിറ്റോ നെറ്റ് ഇടുക. അങ്ങനെയാണെങ്കിൽ കൊതുകടി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ജനലുകളിലൊക്കെ നെറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ജനല് തുറക്കാനോ അടയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ള നെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ എന്തെങ്കിലും എന്ത് ചെയ്യാ? ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ജനല് തുറന്നിട്ടിട്ട് കിടക്കാനായിട്ട് പറ്റും. അപ്പൊ ജനൽ തുറന്നിട്ട് കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ രാത്രി നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ഇതേപോലത്തെ കൊതുകുകളൊക്കെ വന്ന് നമ്മളെ കടിക്കാനും കുട്ടികളെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മലേറിയ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മാക്സിമം കുട്ടികളെ മോസ്കിറ്റോ ബീറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് രീതിയിലെ ക്രീമുകൾ, സ്പ്രേ ഒക്കെ കിട്ടുന്നുണ്ട്. ഡ്രസ്സിലൊക്കെ തന്നെ പിന്നെ അത് അടിക്കാൻ പറ്റുന്ന സ്പ്രേ ഉണ്ട്. അപ്പൊ അതൊക്കെയാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ക്രീമൊക്കെ ആണെങ്കിലും കുട്ടികളെ മാക്സിമം കൊതുകടി അല്ലെങ്കിൽ മോസ്കിറ്റോ ബീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. Mosquitoes are mainly liable for spread of this disease. ഈ അസുഖം വരുന്നത് ഏതാണ്? മെയിൻ ആയിട്ട് മോസ്കിറ്റോസ് ആണ്. ആ മോസ്കിറ്റോസിന്റെ പേരാണ് പറഞ്ഞത് അനോഫിലസ് മോസ്കിറ്റോസ്. എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചോ? എഴുതി വെച്ചോ? അനോഫിലസ് മോസ്കിറ്റോസ്. അത് കറക്റ്റ് ആയിട്ട് അനോഫിലസ് മോസ്കിറ്റോന്റെ ഇമേജ് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ കണ്ടതാണ്, പക്ഷെ ഇല്ല. അപ്പൊ അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് എന്ന് എഴുതി വെച്ചോ കേട്ടോ. When mosquitoes feed, the germs get in the bloodstream. നേരെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഇത് ചെയ്യുന്നത്, കയറുന്നത്. ആൻഡ് ദെൻ ദ റെഡ് ബ്ലഡ് നമ്മുടെ RBCനെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അഫക്ട് ചെയ്യുന്നത്. റെഡ് ബ്ലഡ് പ്രോസസ്സിനെയാണ്, RBCനെയാണ് നമ്മുടെ ബ്ലഡിലുള്ള ഫാക്ടറാണ് RBCനെ അത് അഫക്ട് ചെയ്യും. ഇത് നമുക്ക് എന്താ മലേറിയ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും, ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. അതേപോലെ റിക്കറന്റ് ആയിട്ടുള്ള പനിയാണ്. റിക്കറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടെമ്പറേച്ചറിൽ പനി ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ പനി നോർമൽ ആവും, വീണ്ടും നമുക്ക് ആ പനി ഉണ്ടാവും. വീക്ക്നെസ് ഓഫ് ബോഡി, നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോ ഭയങ്കര ശക്തമായ പനി, വിറയലോട് ഭയങ്കര വിറയലോട് കൂടിയ പനിയായിരിക്കും. റിക്കറന്റ് ഫീവർ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് പനിക്കുന്നുള്ളെങ്കിലും ഭയങ്കരമായിട്ട് എന്തായിരിക്കും? ഭയങ്കര വിറയലോട് കൂടിയ പനിയായിരിക്കും. ഓക്കെ, അനോഫിലസ് മോസ്കിറ്റോസ് എഴുതി. ഇനി അടുത്തൊരു അസുഖമാണ് ടൈഫോയിഡ്. എന്താണ് നെക്സ്റ്റ് അസുഖം? ടൈഫോയിഡ്. ബാക്ടീരിയ. നമുക്ക് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്
സാൽമോണിയ ബാക്ടീരിയ എന്ന് പറയുന്നതാണ്. ഈ ബാക്ടീരിയ നമ്മളുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 4 വീക്സ് വരെയും നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവും. 3 മുതൽ 4 ആഴ്ച വരെയും നമ്മൾ ഈ ഒരു അസുഖത്തിന്റെ പിടിയിലായിരിക്കും. അത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് മാറുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോസ് കളറിലുള്ള നമ്മൾ പറഞ്ഞല്ലോ മീസിൽസിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, മീസിൽസ് പറഞ്ഞില്ല അല്ലേ, ഓക്കെ. ടൈഫോയിഡില് റോസ് കളറിലെ സ്പോട്ടുകൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തില് പല ഭാഗത്തായിട്ട്. എന്താണ് റോസ് കളറിലെ സ്പോട്ടുകൾ പ്രത്യക്ഷമാവും. അതൊരു റെഡ് കളറ് നോക്കട്ടോ, ഇതേപോലത്തെ സ്പോട്ട് ആയിരിക്കും വരുന്നത്. റെഡ് കളർ നോക്കട്ടെ, 1 മിനിറ്റ്. ഓക്കെ നോക്കാട്ടോ നമുക്ക്. നോക്കട്ടെ പറയാം. ഇതേപോലെ റെഡ് കളറിലുള്ള ഒരു ഡോട്ടുകൾ, റോസ് കളറിലുള്ള ഡോട്ടുകൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടും. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ഛർദി ഉണ്ടാവും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് നമുക്ക് മോശം പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കര ഹെഡേക്ക് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. അതേപോലെ തന്നെ പേഷ്യന്റ് എക്സ്ക്രീറ്റ് വഴി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഏകദേശം കോമൺ ആയിട്ട് എന്താ പറയാ വരുന്ന ഒരു പകർച്ചവ്യാധി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വന്നിട്ടാ ലോകത്ത് എല്ലായിടത്തും വരുന്ന ഒരു പകർച്ചവ്യാധി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു റോസ് കളറിലോ ഡോട്ടാണ് ആളുകൾ സാധാരണയായിട്ട് ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ റോസ് കളറിൽ ഒരു ഡോട്ടാണ് വരുന്നത്. ഇത് കുറച്ച് കൂടി ടൈഫോയിഡ് ഫീവർ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ലോകത്ത് എല്ലായിടത്തും ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട്. എന്താ പറയാ കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങള് നേരിയ തോതിൽ നിന്ന് കഠിനമാകുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. സാധാരണ ചെറിയൊരു പനിയായിട്ട് തുടങ്ങി അത് ഭയങ്കരമായിട്ട് ഫീവറായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഫീവറായിട്ട് മാറാനാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞ പോലെ 3 to 4 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് ആ അസുഖത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കുറച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിലപ്പോ പലപ്പോഴും എന്താണ് ഉയർന്ന പനി, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉയർന്ന പനി ആൾക്കാരിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 to 4 ആഴ്ച വരെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 4 ആഴ്ച വരെയും ആ ഒരു പേഷ്യന്റ് നല്ല ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ആ സമയത്ത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടൈഫോയിഡ് ഫീവർ മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ടൈഫോയിഡ് നമുക്ക് നോക്കാം. ടെസ്റ്റിലേക്ക് വരാം. ദിസ് ഈസ് എ ഡിസീസ് propagates through water, dust, etc. വെള്ളത്തിലൂടെയും ടെസ്റ്റിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യും. Flies also helps in. Okay, 1 minute. ഈ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞേ കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ. മാർക്ക് ചെയ്തിട്ടുള്ള സെന്റൻസ് ഇല്ലേ, ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. മിസ്റ്റേക്ക് ആണത്. ചെയ്തു എല്ലാവരും? അത് എനിക്ക് തോന്നുന്നു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, എന്റെ ഇല്ല, അതുകൊണ്ടാണ്. ടൈഫോയിഡിന്റെ സിംറ്റംസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. headache, body pain, bleeding, etc. are the symptoms. Sometimes
the motion will be loose and there may be vomiting also. നമുക്ക് ഭയങ്കര ഹെഡേക്ക് ഉണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും, അതേപോലെ ലൂസ് മോഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, വോമിറ്റിംഗ് സംഭവിക്കാം. ഗ്രാജുവലി the lip and tongue will be dry. ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരണ്ട് നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ ഫീൽ ചെയ്യും. ഇറ്റ് റിമെയിൻസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസത്തേക്ക് ഇതേ ഒരു അവസ്ഥയായിരിക്കും, ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും, ഭയങ്കര പനിയായിരിക്കും, ഭയങ്കര ഒരു നമുക്ക് എന്താ പറയാ ദിവസങ്ങളോളം നമുക്ക് ഉയർന്ന പനി ആ പേഷ്യന്റിന് കാണാറുണ്ട്. ലാസ്റ്റ് ഫോർ 3 to 4 weeks. ഒരു 3 മുതൽ 4 ആഴ്ച വരെയും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ആൾക്ക് ഈ ഒരു സിംറ്റംസ് 3 മുതൽ 4 ആഴ്ച വരെ കാണാറുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ നോക്കിയ 3 അസുഖങ്ങൾ ഏതൊക്കെയാണ്? ജോണ്ടിസ്, മലേറിയ, ടൈഫോയിഡ്. ഞാൻ ഒന്നും കൂടി പറയാം. ജോണ്ടിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞ കളർ, നമ്മുടെ കണ്ണില് ചെറിയൊരു മഞ്ഞ രാശി ഉണ്ടാവും. അതേപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിനിലും എന്തുണ്ടാവും? ഈ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. നമ്മുടെ ബ്ലഡ് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ പേഷ്യന്റ് എക്സ്ക്രീറ്റ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ജോണ്ടിസിന്റെ ജേംസ് മെയിൻ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ആണ് ലിവർ. ലിവറിനെ അത് അഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്യും. നമ്മൾ ഈ ജോണ്ടിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ പേഷ്യന്റിന് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. ട്രീറ്റ്മെന്റ് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വരുന്ന അടുത്തൊരു അസുഖമാണ് മലേറിയ. മലേറിയ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. രാത്രി കാലങ്ങളിലാണ് ഈ പറഞ്ഞ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്, ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായ പനി, അതേപോലെ വിറയലോട് കൂടിയ പനി ഉണ്ടാവും, തലവേദന, അതേപോലെ ഛർദി, ഇതൊക്കെ നമ്മൾക്ക് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ RBCനെയാണ് അഫക്ട് ചെയ്യുന്നത്. നേരെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ജേംസ് എൻറ്റർ ചെയ്യും, നമ്മുടെ RBCനെ അത് ഫസ്റ്റ് അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഞാൻ പറഞ്ഞ അസുഖം ടൈഫോയിഡ് ആണ്, ലാസ്റ്റ് പറഞ്ഞ ടൈഫോയിഡ് ആണ്. ഇത് ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. ഇത് കോമൺ ആയിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്ന അസുഖമാണ്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 3 മുതൽ 4 ആഴ്ച വരെയും സിംറ്റംസ് ആ പേഷ്യന്റിൽ കാണാറുണ്ട്. ആ ടൈമിൽ ഈ അസുഖം മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യും, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. ഞാൻ പറഞ്ഞ 4 ആഴ്ച വരെ ആ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റോസ് കളറുള്ള സ്പോട്ട് കാണാറുണ്ട് ടൈഫോയിഡ്. ചിലവരിൽ റോസ് കളറുള്ള സ്പോട്ട് കാണാറുണ്ട്. അപ്പം ക്ഷീണം, ഛർദി, അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, തലവേദന, ഇതെല്ലാം ടൈഫോയിഡിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഞാൻ ടൈഫോയിഡിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞുണ്ട്. ടൈഫോയിഡ് മേരി കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്ന് പറ മക്കളെ. ഇല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ടൈഫോയിഡ് മേരി, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്താൽ മതി. അതിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തുണ്ട്? ടൈഫോയിഡിന്റെ ബാക്ടീരിയ ഉണ്ട്. പക്ഷെ ഇവർക്ക് അസുഖമൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷൻസോ മറ്റു അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരായിട്ട് ഇടപെടുന്ന ആൾക്കാരില്, അല്ലെങ്കിൽ ഇവര് ഒരു അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. അപ്പൊ ആള് വർക്ക് ചെയ്ത വീടുകളിൽ എല്ലാവർക്കും ഈ ഒരു അസുഖം സ്പ്രെഡ് ആവുന്നുണ്ട്, വന്ന് മരണം സംഭവിക്കണം. എല്ലാവരും ആ വീട്ടിലെ എല്ലാവർക്കും ഈ ഒരു അസുഖം വന്ന് മരണം സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് പഠനം നടത്തിയപ്പോ ഈ ഒരു സ്ത്രീനെ ശരീരത്തിൽ എന്താണ് ഇങ്ങനെ നമ്മുടെ ടൈഫോയിഡിന്റെ ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്തി ഇവരെ തോന്നുന്നു ഒരു 20 വർഷത്തോളം ഐസൊലേറ്റ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത്, മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പാർട്ടിക്ക് സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ ഐസൊലേഷൻ അറിയാലോ, കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മള് ക്വാറന്റൈൻ ഒക്കെ ഇരുന്നില്ല, അതേപോലെ മറ്റൊരാളോടും ഇടപെടാതെ സെപ്പറേറ്റ് ആയിട്ട് അവരെ ഒരു വീട്ടിൽ താമസിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവർക്ക് ഇവരെന്തോ ഒരു 93 ഇയേഴ്സിലെങ്ങാണ്ടോളം മരണം സംഭവിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ ഏജ്ഡ് ആയതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വന്ന അസുഖം മൂലമാണ് മരണം സംഭവിച്ചത്. പക്ഷെ ടൈഫോയിഡ് മൂലമല്ല. പക്ഷെ ഇവര് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൈമില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണം. ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്, യൂട്യൂബിൽ ഉണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. കേട്ടാ. ഇനി മീസിൽസ്, ഈ പേര് കേട്ടിട്ടുണ്ടോ? അഞ്ചാം പനി. അഞ്ചാം പനിയാണ്. അഞ്ചാം പനി എന്ന് പറയുന്നത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് ഒരു 6 months മുതൽ 3 years ഉള്ള കുട്ടികളിലാണ് അഞ്ചാം പനി വരുന്നതെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ, സാധാരണ ആൾക്കാരിൽ വരുന്നതിൽ കോംപ്ലിക്കേഷൻസ് എന്തുണ്ട് ഈ പറഞ്ഞ ഏജിലാണെങ്കിൽ, കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണ്. അപ്പോ അവർക്ക് വരാണെങ്കിൽ കുറച്ചും കൂടി സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കുട്ടിയുടെ മേത്തുള്ള പോലത്തെ ഡോട്ട്സ് ആയിരിക്കും ഉണ്ടാവാറ്. റെഡ് കളറിലെ ഡോട്ട്സുകൾ, റെഡ് കളറിലെ ഡോട്ട് ആണ് സാധാരണയായിട്ട് കാണുന്നത്. ശരീരത്തിൽ ഇങ്ങനെ ഡോട്ട്സുകൾ ഉണ്ടാവും. കണ്ടോ, പല ഭാഗത്തായിട്ട് ഇങ്ങനെ റെഡ് കളറിലെ ഡോട്ട്സ്. ഭയങ്കര ഫീവർ ഉണ്ടാവും, നമ്മുടെ ഫേസിലൊക്കെ റെഡ് കളറിലെ സ്പോട്ട് ഉണ്ടാവും, വൊമിറ്റിങ്, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ മീസിൽസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞ് ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ്, എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഡിസബിലിറ്റീസ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കേൾവി ശക്തി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ മീസിൽസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ മീസിൽസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു വാക്സിൻ എടുക്കാറുണ്ട്. 2 വാക്സിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണത്? MMR. പിന്നെ ഒരു വാക്സിൻ കൂടി ഉണ്ട്, അതറിയില്ല മാം, MMR മാത്രമേ കേട്ടിട്ടുള്ളൂ. കേട്ടിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചില്ലേ? യൂണിറ്റ് 7 കംപ്ലീറ്റ് ആണോ? ഡീറ്റാപ്പ് ആണോ മിസ്സേ? അല്ല, ഒരു ഡൗട്ട് വെച്ചോട്ടെ, യൂണിറ്റ് 7 എന്തോരം വരെ ആയിരുന്നു അറിയാമോ? ഏത് ഡിസീസിനെ കുറിച്ച് ഇപ്പൊ എടുക്കണേ? യൂണിറ്റ് 7 മംസ് വരെ എടുത്തു. മംസ് വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ എത്തിയിട്ടുണ്ടാവില്ല. 9 months നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന MR, മംസ്, റുബെല്ല, സോറി മീസിൽസ്, റുബെല്ല. അതിപ്പോൾ തന്നെ ഒരു 1.5 വയസ്സിനുള്ളിൽ കൊടുക്കുന്ന MMR, മംസ്, മീസിൽസ്, മംസ്, റുബെല്ല. ഈ 2 വാക്സിൻസ് ആണ് മീസിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഞ്ചാം പനിക്കെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻസ് എന്ന് പറയുന്നത്. MR-ഉം MMR-ഉം 9 മാസത്തിലെ MR-ഉം അതിന്റെ MMR 1.25 വയസ്സ് മുതൽ 1.5 വയസ്സിനുള്ളിൽ എടുക്കണം. ഈ 2 വാക്സിൻസ് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ഈ ഒരു അസുഖം വരുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അഞ്ചാം പനി സ്പ്രെഡ് ചെയ്യുന്നത്. ദിസ് കോമൺ ഡിസീസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻസ്, ഇത് സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന അഞ്ചാം പനി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ എ വൈറസ്, വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. മിസ് ആണ് വൈറസിന്റെ പേര്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ കോൾഡ്, കഫ് ഫീവർ. തുടക്ക സമയത്ത് നമുക്ക് കഫും ഫീവറും കോൾഡൊക്കെ ഉണ്ടാവുക സാധാരണയായിട്ട് കാണുന്ന സിംറ്റം. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് റെഡ് സ്പോട്ട് അപ്പിയർ, ഞാൻ ആ ഇമേജിൽ കാണിച്ച പോലെ റെഡ് കളറിലെ സ്പോട്ടുകൾ നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തും റെഡ് കളറിലെ സ്പോട്ട്സ് അപ്പിയർ ചെയ്യും. Then immunization is very important against measles. മീസിൽസിനെതിരെ നമ്മൾക്ക് ഇമ്മ്യൂണൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ എടുക്കാം. ദ ബേബി, ഞാൻ വായിക്കുന്നതിന് 7th യൂണിറ്റിൽ നിന്നാണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ദ ബേബി ഈസ് ഇമ്മ്യൂണൈസ്ഡ് അഗെയിൻസ്റ്റ് മീസിൽസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 9 and 12 months. നമ്മൾ 9 and 12 months MR എന്ന് പറയുന്ന വാക്സിൻ എടുക്കാറുണ്ട്. ആൻഡ് ബൂസ്റ്റർ ഇൻ ദ ഫോം ഓഫ് MMR വാക്സിൻ അറ്റ് 15 to 18 months. അതിന്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ MMR വാക്സിൻ ആയിട്ട് 15 മുതൽ 18 മാസത്തിനുള്ളിൽ എടുക്കണം. ഇതൊരു എപ്പിഡമിക് ആണ്. ചില ഏരിയയിൽ ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കുട്ടികൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. സാധാരണയായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും അഞ്ചാം പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ, കുട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വാക്സിൻ എടുക്കണം എന്ന് അവര് കമ്പൽസറി ആയിട്ട് പറയാറുണ്ട്. അപ്പോ അഞ്ചാം പനി ഇത് വരാതിരിക്കാനാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് ക്ലോസ് കോണ്ടാക്ട് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് എന്തുണ്ട് അഞ്ചാം പനി ഉണ്ട്, കുട്ടിക്ക് അഞ്ചാം പനി ഉണ്ടെങ്കിൽ അവൻ കോണ്ടാക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കണ്ണീര് വഴി സ്പ്രെഡ് ചെയ്യും. നമ്മൾ ക്ലോസ് കോണ്ടാക്ട്
വഴിയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിലാണ്. 5ാം പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. മീസിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാം. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഇല്ല. സാധാരണ നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെന്ററി ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് നമ്മൾ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. അത് നമുക്ക് കൺട്രോളിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ന്യൂമോണിയ ഒക്കെ ആയിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മീസിൽസ് എന്ന് പറയുന്ന അസുഖമാണ്. വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. MR, MMR നമ്മൾ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ എല്ലാവരും നോക്കുക. വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ടല്ലോ, അപ്പൊ ആ വാക്സിനേഷൻ ഷെഡ്യൂളിൽ നോക്കുക. MR വാക്സിനും MMR വാക്സിനും എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, 1.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മ ആരെങ്കിലും ഉണ്ടോ? കുട്ടികളുള്ളവരുണ്ടോ? 1.5 വയസ്സുള്ള കുട്ടികൾ? 1 വയസ്സും 2 മാസവും. ഓക്കെ, എനിക്ക് ക്ലിയർ ആയില്ലേടാ? ഉണ്ട്. 1.5 ആയിട്ടില്ല, 1 വയസ്സും 2 മാസമായി. 2 മാസമായി. 9 മാസത്തെ MR എടുത്തോ? ആ, എടുത്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ MMR എടുക്കണമെന്ന്? പുറത്തുനിന്ന് ഇല്ല. 1.5 വയസ്സിന് മുന്നേ ആയിട്ട് എടുക്കണം എന്നാ പറഞ്ഞത്. 1.5 വയസ്സിന് മുന്നേ ആയി, 1.25 വയസ്സില് MMR എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ MMR എടുക്കണോണ്ട് എന്തായാലും എടുക്കണം, നിർബന്ധമായിട്ട് എടുക്കണം. അപ്പൊ അതെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത വാക്സിൻ 1.5 ഇയേഴ്സിൽ വാക്സിൻ എടുക്കാം. MMR മാക്സിമം ആരും തുടങ്ങാതെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം. പ്രൈവറ്റ് ആയതുകൊണ്ട് മിക്കവരും എടുക്കാനായിട്ടൊരു മടിയൊക്കെ കാണിക്കും എന്താന്നുള്ള രീതിയിൽ. പക്ഷെ MMRലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംസിന്റെയും കൂടി വാക്സിൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മംസ് എന്ന് വെച്ചാൽ എന്താണ്, മുട്ടുനീര് എന്ന് പറയുന്ന അസുഖത്തിനും കൂടി ഉള്ള വാക്സിൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും MMR വാക്സിനും കൂടി കമ്പൽസറി ആയിട്ട് എടുക്കണം. ദെൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അസുഖമാണ് കോളറ. എന്താണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം? കോളറ കേട്ടോ. കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. This is another epidemic which is caused by microbes named as Vibrio cholera. Vibrio cholera എന്ന് പറയുന്ന ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് കോളറ. it affects the small intestine. നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡ്, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടർ, മെയിൻ ആയിട്ട് ഡ്രിങ്കിങ് വാട്ടറിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കോളറ വരുന്നത്. മാക്സിമം കുട്ടികളെ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശീലിപ്പിക്കുക. അതേപോലെ നമ്മൾ മാക്സിമം കുട്ടികൾക്ക് പുറത്തു നിന്ന് ഈ സർബത്ത്, അതേപോലെ കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഡ്രിങ്കിങ് വാട്ടർ എക്സെട്ര. സിവിയർ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ ഫോളോഡ് ബൈ ആർ കോമൺ സിംറ്റംസ്. ഇതിന് വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷനും അതേപോലെ തന്നെ വോമിറ്റിംഗ് ഒക്കെയാണ് കോളറയ്ക്ക് വരുന്നത്. കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു അസുഖമാണ് ഇത് കോളറ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കോംപ്ലിക്കേഷൻ വരുന്ന എപ്പോഴാണ്? ഇതിന്റെ സിംറ്റം എന്താണ്? ലൂസ് മോഷൻ ആണ്. സോ ലൂസ് മോഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വെള്ളം ഡീഹൈഡ്രേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 10 to 20 ലിറ്ററോളം വെള്ളം നമ്മുടെ ബോഡിയിൽ എന്തായി പോകും? ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകും. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കുട്ടി അൺകോൺഷ്യസ് ആവും. സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ മലിനമല്ലാത്ത സ്ഥലത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള ഫുഡുകൾ, അതേപോലെ തുറന്നിരിക്കുന്ന ഫുഡുകളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസുഖത്തിൽ നിന്ന് കുട്ടികളെ സേഫ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമല്ല കോളറ. പക്ഷെ നമുക്ക് ഇത് എപ്പോഴാണ് സീരിയസ് ആവണെന്ന് വെച്ചാൽ ലൂസ് മോഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വാട്ടർ ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസുഖം നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. സോ നിങ്ങൾ എല്ലാവരും, ഇപ്പൊ ഞാൻ ഇന്ന് എടുത്തത് എത്ര ഡിസീസ് ആണ്? ഡിസെൻട്രി മുതൽ കോളറ വരെ. ഒന്ന് റീഡ് ചെയ്തേ, വേഗം ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ. ഡിസെൻട്രി മുതൽ കോളറ വരെയും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ എല്ലാവരും.
ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും? യെസ് മാം. The above said diseases are common among young children. കുട്ടികളിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അവരെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ചില കുട്ടികൾ കൂഫിംഗ് കഫാന്ന് വിചാരിക്കും, ഭയങ്കര വിട്ടുമാറാത്ത ചുമയാണെങ്കിൽ നമ്മൾ മാക്സിമം അവരെന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം, ദെൻ ട്രീറ്റ്മെന്റ് എടുക്കണം. അതേപോലെ നമ്മുടെ കുട്ടിയുടെ മേത്ത് ചുമന്ന കളറിലുള്ള ഡോട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കാം, തന്നെ മനസ്സിലാക്കുക അതെന്താണ്. റെഡ് കളറിലെ ഡോട്ടാണെങ്കിൽ ഏത് അസുഖമാണ്? മീസിൽസ് ആണെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. ഈ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ കുട്ടികളിൽ ഇങ്ങനെ അസുഖങ്ങൾ കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. So it is the duty of the teacher to see that all the students in school are healthy and free from disease. ഈ അസുഖത്തിൽ നിന്നൊക്കെ ഫ്രീ ആണ് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ ഒരു വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. If she said any student is distressed from any disease, ഇനി എന്തെങ്കിലും അസുഖത്തിൽ നിന്ന് ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഐസൊലേറ്റ് ദം. നമ്മൾ അവരെ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഐസൊലേറ്റ് ചെയ്യുക. അവരെന്ത് ചെയ്യുക? മറ്റു കുട്ടികളിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക, അവരെ ഐസൊലേറ്റ് ചെയ്യുക. ഫ്രം അതർ പ്രിക്കോഷണറി മെഷേഴ്സ് ടു പ്രിവെന്റ് സ്പ്രെഡിങ് ഓഫ് ദിസ് ഡിസീസ്. ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുക. ഇപ്പോ കൂഫിംഗ് കഫ് ആണെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും, അപ്പൊ ആ കുട്ടീനെ സെപ്പറേറ്റ് ചെയ്യുക. ദെൻ മാസ്ക് ഒക്കെ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ പാരന്റിനെ വിളിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യാം, കുട്ടിക്ക് വിട്ടുമാറാത്ത ചുമയുണ്ട്, അത് മാക്സിമം ഡോക്ടറെ ഒന്ന് കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞ് അവരോട് പറയാം. ഇന്ന അസുഖമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും കൂടെ അവരെ ഇൻഫോം ചെയ്യാം. അതേപോലെ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും എന്ത് വാക്സിൻ എടുത്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത അസുഖങ്ങളാണ് കൂഫിംഗ് കഫ്. നെക്സ്റ്റ് ഡേ വരുമ്പോ ഈ ചാപ്റ്റർ നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്, നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വരണം. ഞാൻ ഇതിൽ നിന്ന് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ ആണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ അപ്പൊ മനസ്സിലാക്കും. അപ്പൊ ഒന്ന് മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യും, ഇവിടെ തന്നെ വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോമൺ ചൈൽഡ് ഡിസീസിനെ കുറിച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ്, പ്രത്യുഷ അനീഷ്. ഓക്കേടാ. Good afternoon, everyone. First of all, thank you, Abarna Miss, for your lovely and interesting class. പിന്നെ എല്ലാരും ഇപ്പൊ ഇതെല്ലാം കേട്ട്, ഞാനിപ്പോ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. മിസ് എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ജോണ്ടീസ്, കോമൺ ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ചൈൽഡ്ഹുഡ് കോമൺ ഡിസീസിനെ കുറിച്ച്. അപ്പൊ മിസ് പറഞ്ഞതെല്ലാം കേട്ട് എല്ലാരും വിശപ്പിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ജസ്റ്റ് ഞാൻ എന്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു വേക്കപ്പ് പോലെ ജസ്റ്റ് ഒരു ആക്ഷൻ സോങ് തരാം. ചെയ്യുമോന്ന് എനിക്കറിയില്ല, എല്ലാരും ഇപ്പൊ ഇരിക്കുമായിരിക്കുമല്ലോ. ജസ്റ്റ് ഞാൻ എണീറ്റ് ഇരുന്നിട്ട് ആക്ഷൻ സോങ് കാണിച്ചു തരാം. ചെയ്യാൻ പറ്റുന്നവര് കൂടെ ചെയ്യുക. വിശപ്പുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ആക്ഷൻ സോങ്. എല്ലാവർക്കും എന്നെ കാണാവോ? കാണാം. തുടങ്ങട്ടെ? സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്യാം. Yes. Clap, clap, clap your hands. Listen to the music. Clap your hands. Turn, turn, turn around. Listen to the music. Turn around. Jump, jump, jump up high. Listen to the music. Jump up high. Wave, wave, wave your hands. Listen to the music. Wave your hands. ഇച്ചിരി ഫാസ്റ്റിൽ പാടിയാലോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ കൂടെ? ഇച്ചിരി ഫാസ്റ്റിൽ, ഇത് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ പാടാൻ പോവാണ്. Clap, clap, clap your hands. Listen to the music. Clap your hands. Turn, turn, turn around. Listen to the music. Turn around. Jump, jump, jump up high. Listen to the music. Jump up high. Wave, wave, wave your hands. Listen to the music. Wave your hands. Okay, thank you, ma'am. Have a nice day. നന്നായിരുന്നു. Okay, ma'am. Thank you.
താങ്ക് യു ഓൾ.